8 സിനിമ ചെയ്ത ഒരു വ്യക്തിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഈ 8 സിനിമ ചെയ്തിട്ടും ഇതുവരെ ഒരു ഇൻ്റർവ്യൂ ആരും ഇദ്ദേഹത്തിന് ഒന്നും എടുത്തിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു സിനിമാ സംവിധാനമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്, പ്രസാദ് വാളശ്ശേരി. അപ്പോൾ സാറ് നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇത്രയും സിനിമ ചെയ്തിട്ട് ഈ സിനിമയുടെ ഇങ്ങനെ പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ഇദ്ദേഹം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ സാർ. അതെ. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ഞാൻ 3 സിനിമ എടുത്ത ഒരാളാണ്, ഇദ്ദേഹം 8 സിനിമ എടുത്ത ഒരാളാണ്. ഇഷ്ടംപോലെ ചെറുപ്പക്കാർ സിനിമയുടെ പുറകെ സഞ്ചരിക്കുന്നുണ്ട്. ഈ സിനിമ ഇത്രയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ നമുക്കറിയാം ഇതിന്റെ പിന്നാമ്പുറങ്ങളിലെ സങ്കടക്കടലുകളും പിന്നെ വേദനകളും അവഗണനകളും മാറ്റി നിർത്തലുകളും എല്ലാം. പക്ഷെ നമ്മൾ പിന്നെയും തീവ്രമായിട്ടുള്ള ആഗ്രഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് കാഴ്ചപ്പാടില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി, അത് ഇത് ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ സക്സസ് ആവും, രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങും എത്താൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ സക്സസ് ആവും എങ്ങനെ? ചില പ്രത്യേക ഭാഗ്യമുള്ളവരും സാധ്യതയുള്ളവരും വളരെ യാദൃശ്യമാണ്. അതിനൊരു കഴിവൊരു മുഖ്യത, ഒരു പ്രധാന കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഇതെന്ന് ഞാൻ പറയുന്നില്ല, ആണ്. പക്ഷെ എങ്കിൽ തന്നെയും നമ്മൾ പോലും അറിയാതെ നമ്മളെ നിലനിർത്തുന്ന എന്തൊക്കെയോ ഒരു ഘടകങ്ങളുണ്ട്. സാർ ഒന്ന് പറഞ്ഞു, ഈ സിനിമകൾ ഇത്രയും ചെയ്തു വന്നതിന് ശേഷം സാറിൻ്റെ അവിടെ ഇവിടം വരെയുള്ള ജീവിതത്തെക്കുറിച്ച് വളരെ ലഘുവായിട്ട് കുറച്ച് ആളുകളെ സംബന്ധിച്ചോളം അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാമോ? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ആദ്യം വരുന്നത്. നമ്മുടെ സാറ് ഹരിഹരൻ സാറിൻ്റെ ഒക്കെ അസിസ്റ്റന്റ് ആയിരുന്നു. അതെ. ഹരി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് സത്യത്തിൽ ശശികുമാർ സാറിൻ്റെ കൂടെ, സൂപ്പർ ഹിറ്റ് സംവിധായകൻ ആയിരുന്നു. കാരണം അതിന് കാരണമുണ്ട്. കാരണം എൻ്റെ വീടും ജോസ് പ്രകാശിൻ്റെ വീടും തൊട്ടടുത്തടുത്ത്, ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞാണ്. അപ്പോൾ ജോസ് പ്രകാശിൻ്റെ അനിയൻ പ്രേംപ്രകാശ് ഒരു പടം എടുത്ത്, അദ്ദേഹം ഒത്തിരി പടം എടുക്കാറുണ്ട്, എൻ്റെ കാണാക്കുയിൽ. അപ്പം അതിനകത്ത് പ്രേംപ്രകാശ്, എൻ്റെയും പ്രേംപ്രകാശിൻ്റെ ഒരു കോമൺ കൂട്ടുകാരൻ പുല്ലുകാട്ട ജോസ് എന്ന് പറയുന്ന ഒരാളാണ്. അമേരിക്കയിലാണ് അങ്ങനെ മരിച്ചുപോയി. ജോസിനോട് പറഞ്ഞു, വാ പ്രസാദിനെ ഷൂട്ടിങ്ങിന് വിളിച്ചുകൊണ്ട് പോകാം, നമുക്ക് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് റഹ്മാൻ കോളേജ് സീനിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സീനൊക്കെ എടുക്കാം എന്ന് പറഞ്ഞ് എന്നെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയി. ഒരു ഫുൾ ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഷൂട്ടിങ് പൂർണ്ണമായിട്ട് ആദ്യം കാണുന്നത്. ഡയറക്ടർ ക്യാമറ വെക്കുന്നു, ഇത് പറയുന്നത്. പ്രത്യേകിച്ച് ശശികുമാർ സാറിനെ പോലെ ഒരു ഡയറക്ടർ. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസവും ഈ കറിയാച്ചനപ്പാപ്പ പറഞ്ഞ്, ഞങ്ങൾ പ്രേംപ്രകാശിനെ കറിയാച്ചനപ്പാപ്പ എന്നാണ് വിളിക്കുന്നത്. കറിയാച്ചനപ്പാപ്പൻ പറഞ്ഞു, വെള്ളപ്രസാദ് നീ വാ, നമുക്കൊരു ഡയലോഗ് ഉണ്ട്. ഇതുപോലെ പുള്ളിയുടെ ജോസ് എന്ന് പറയുന്ന ആളെ പറഞ്ഞു വിട്ടു. രാവിലെ വെളുപ്പിനെ പുള്ളിയുടെ അന്നത്തെ ഒരു വെള്ള ഫിയറ്റ് കാറുണ്ട്, ഞാനിപ്പോഴും ഓർക്കുന്നത്. അതിൽ ഞാനും കറിയാച്ചനപ്പാപ്പനും എന്ന് പറഞ്ഞാൽ പ്രേംപ്രകാശ്, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകൻ കുഞ്ഞുകുട്ടി, പുല്ലുകാട്ട ജോസ്, ഞങ്ങൾ രാവിലെ ഷൂട്ടിങ് ചെല്ലുമ്പം ശശികുമാർ സാറ് മലരിതൽ എന്നും പറഞ്ഞ് റഹ്മാനും രേവതിയായിട്ടൊരു പാട്ട് സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ട്രാക്കൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ട്രാക്കൊക്കെ ഇട്ട് അത് പറഞ്ഞ് ക്യാമറ മൂവ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അന്ന് ഫുള്ള് ശശികുമാർ സാറിൻ്റെ കൂടെ അവിടെ നിന്നു. അങ്ങനെയാണ് സാറ്, അങ്ങനെയാണ് ഏറ്റവും അവസാനം ഹരിഹരൻ സാറിൻ്റെ ഒപ്പം അല്ലേ? അതെ. അതിനുശേഷമാണ് സാറ്. അതെ. അതിനുശേഷം നാസർ സുലൈമാൻ സേട്ടൻ എന്ന് പറഞ്ഞൊരു പടം ഞാൻ ചെയ്തു. ആ പടം ചില സാഹചര്യങ്ങളാൽ പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിനുശേഷം കുറച്ച് ഗ്യാപ്പിന് ശേഷം, കാരണം ഒരു പടം പെൻഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അയക്ക് ആരും നല്ല ആർട്ടിസ്റ്റ് ഡേറ്റ് കൊടുക്കില്ല, ഒരു പ്രൊഡ്യൂസർ വെക്കില്ല, അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു വലിയ ഫ്രണ്ടായിരുന്നു ഡെന്നീസ് ജോസഫ്, പുള്ളി എന്നോട് പറഞ്ഞതുപോലെ ഒരു ജോർജ് സാറൊക്കെ ആദ്യം ചെയ്ത പോലത്തെ ഒരു പടം ചെയ്യണം. അങ്ങനെ ജോർജ് സാറിനെ പോലെയുള്ളവരൊക്കെ കയറി വന്നത്. അവരൊന്നും താരങ്ങളെ കണ്ടുകൊണ്ട് ചെയ്ത ഡയറക്ടേഴ്സ് അല്ല എന്നും പറഞ്ഞ് ഞങ്ങളൊരു പടം തട്ടിക്കൂട്ടി. അതാണ് ഹൈവേ പോലീസ്. നല്ല രീതിയിൽ സക്സസ് ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ബാക്കി പടങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത പടം ഒരു കഥ, ഒരു നല്ല കഥ, നവംബർ റിലീസാകും. അതിനകത്ത് മെയിനായിട്ട് പഴയ നടി ഷീല, അംബിക, ശങ്കർ, കോട്ടയം രമേശ്, പിന്നെ ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ ചില നടന്മാർ. കംപ്ലീറ്റ് കഴിഞ്ഞ് സെൻസർ അടുത്ത ആഴ്ച സെൻസറാണ്, നവംബർ റിലീസ് വെച്ചിരിക്കുക. അതിനുശേഷം ഒരു പടം ഇപ്പൊ ഞാൻ കോഴിക്കോട് പ്ലാൻ ചെയ്യുന്നു. എഴുത്തില്ല, എഴുത്തുകാർ കഴിവുള്ളവർക്ക് കൊണ്ട് കൊടുക്കുക, അത്രയോ. അത്യാവശ്യം വില ഒന്നുണ്ട് സജഷൻ. സാറേ ഞാൻ ചോട്ടെ, പുതിയ തലമുറയിൽപ്പെട്ട സംവിധാന രംഗത്തേക്ക് കടന്നു വരാൻ വേണ്ടി ഭയങ്കര അടി നടക്കുന്ന ഒരു സമയമാണ് അല്ലേ? കടുത്ത മത്സരം എന്നൊന്നും പറയാൻ പറ്റില്ല, അതിലപ്പുറം വലിയ മത്സരം. അതെ. എന്താണ് പുതിയ തലമുറയോട് സാറിന് പറയുന്നത്? പുതിയ തലമുറ ഞാൻ പറയുന്നത്, ശശികുമാർ സാറിൻ്റെ കാലം തൊട്ട്, ജോർജ് സാറിൻ്റെ കാലം തൊട്ട്, ഹരിഹരൻ സാറിന്, ഇവരുടെയൊക്കെ കാലത്തിൽ ഇതുപോലെ ഒത്തിരി പുതിയ ആളുകൾ വരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം, ഈ സിനിമ എന്ന് പറയുന്നൊരു മഹാസമുദ്രമാണ്.
അതിലാരും ഒന്നുമല്ല. ആര് രക്ഷപ്പെടും? 1, 2, 3 പേരെ രക്ഷപ്പെടുള്ളൂ, ബാക്കി മുഴുവൻ പാഴായി പോവുക. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഈ രക്ഷപ്പെട്ടവരെക്കാൾ കൂടുതൽ സിനിമയിൽ രക്ഷപ്പെടാത്തവരാണ്. 1000 പേരുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നു, നമ്മുടെ ആഗ്രഹമുള്ള ഒത്തിരി പേര് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ഇവരൊന്നും രക്ഷപ്പെട്ടില്ലല്ലോ. നമ്മൾ മദ്രാസിലൊക്കെ ചെല്ലുമ്പോൾ അറിയാം, അവർ പ്രൊഡക്ഷൻ മാനേജർമാരും അല്ലെങ്കിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റും. അപ്പം നമ്മൾ അവരുമായിട്ട് പരിചയപ്പെടുമ്പം നമ്മൾ പറയും, ചേട്ടാ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് പ്രൊഡക്ഷൻ? സാധാരണ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു JD തോട്ടാൻ്റെ കൂടെ, അല്ലെങ്കിൽ M കൃഷ്ണൻ നായരുടെ കൂടെ ഒക്കെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന. പിന്നെ പടങ്ങളില്ല, ആരും പടം തന്നില്ല, പിന്നെ പ്രൊഡക്ഷൻ മാനേജരായിട്ടും ഒക്കെ. സാറ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ചോളം മുഖ്യധാര സിനിമ ചെയ്ത് ഇത്രയും സാറിനെ സംബന്ധിച്ചോളം, പിന്നെ ഇനിയിപ്പോ മറ്റു പരിപാടികൾക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖകരമല്ലാത്തൊരു ചിന്താഗതി അങ്ങനെ ഉണ്ടോ സാറേ? ഉണ്ട്. പ്രായമായി നമ്മളെ ഡയറക്ടറായിട്ടൊക്കെ, ചെറിയതാണേലും വലിയ ഡയറക്ടറല്ല, ചെറിയ ഡയറക്ടറാണെങ്കിലും ഡയറക്ടർമാർക്ക് എപ്പോഴും ഒരു ബഹുമാനമുണ്ട്. കൂടുതൽ ആളുകൾ ബഹുമാനിക്കും. അപ്പം ആ ബഹുമാനമൊക്കെ കിട്ടിയിട്ട് ഇനി വേറൊരു പണിക്ക് പോകാമെന്ന് വെച്ചാൽ അത് വലിയ പാടാണ്. ഇതിൽ തന്നെ പിടിച്ച് കിടന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ കിടന്ന് നശിക്കുക, ഇത്രയേ ഉള്ളൂ. സാറേ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമുക്ക് നിത്യവൃത്തിക്ക് ഇങ്ങനെയുള്ള നമ്മുടെ ചില, നമുക്ക് ഒരു നടനെ സംബന്ധിച്ചോളം വെച്ചാൽ ഇപ്പോൾ ഈ നമുക്ക് റോള് തരാമോ, അല്ലെങ്കിൽ ഇവിടെ ചില എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുന്ന സംബന്ധിച്ചോളം. പക്ഷെ ഒരു സംവിധാനം സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ അവരടുത്തൊരു കാൽവെപ്പ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, അത്ര ദുർഘടം പിടിച്ചാണ് ഒരു സംവിധാനം. കാരണം എളുപ്പമല്ലെന്നല്ല, വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പടം ചെയ്ത ഡയറക്ടറെ പോലും, അപ്പം ഞാൻ ഉൾപ്പെടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പുള്ളിക്ക് പടമില്ല എന്ന് വെക്കാവെന്ന് ചോദിച്ചാൽ നമ്മളൊന്നും ഇതാകും. അയാളൊരു പടം ചെയ്ത ഡയറക്ടറാണ്, വലിയ പാടാ. ഒരു അസോസിയേറ്റ് ഡയറക്ടർ അതങ്ങോട്ട് ചെയ്ത് ഇതിങ്ങോട്ട് ചെയ്തെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഓർഡർ ചെയ്യുമ്പം ഇയാൾ നേരത്തെ ഒരു ഡയറക്ടറായിരുന്നുള്ള കാര്യം ചിലപ്പോൾ നമ്മൾ മറന്നു പോകുമായിരിക്കും. അത് ഫീൽ ചെയ്യും, എനിക്കാണെങ്കിലും ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മളങ്ങനെയുള്ളവരെ വെക്കത്തില്ല. അതുപോലെ എന്നെയും ഞാൻ ഇനിയിപ്പോൾ ഒരു അസോസിയേറ്റായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആരും വെക്കത്തില്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ എന്നോടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് ജോഷി സാറും ഹരിഹരൻ സാറും ചിലപ്പോൾ വെച്ചെന്നിരിക്കും. എനിക്ക് അവരോട് രണ്ടുപേരോടും വളരെ സെൻറ്റിമെൻറ്റ്സും വളരെ ബഹുമാനമാണ്. അവർക്ക് എന്നോടും അങ്ങനെയാണ്, എനിക്കതറിയാം. നമ്മൾ ആ കാലഘട്ടത്തിൽ വെച്ച് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഹരിഹരൻ സാറും ജോഷി സാറൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നു. ഡയറക്ടർമാരല്ലേ, പിന്നെ അവരൊരു നമ്മളൊക്കെ അവരെ കണ്ടാ പഠിക്കുന്നത്. അവരാകാൻ നമ്മൾ ശ്രമിക്കുക, പക്ഷെ ആകാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ജോഷി സാറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരിക്കും ഒരു സിനിമ മേഖലയിൽ? വെച്ചാൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരിക്കും? ക്വാളിറ്റി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ, അത്രേ ഉള്ളൂ. എല്ലാ രീതിയിലും ഇതുപോലെ ക്വാളിറ്റി മാത്രമുള്ള ഒരു ഡയറക്ടറെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അവരെ ഞാൻ തിരിച്ചു വിളിക്കാവേ. ഇതുപോലെ ക്വാളിറ്റിയുള്ളൊരു മനുഷ്യനെ നമ്മൾ പറയുമല്ലോ, അദ്ദേഹം സിനിമ ഇത്രയും വിഷ്വൽസ് ഒരുമിച്ച് കാണുക, അല്ലെങ്കിൽ സിനിമയുടെ മൊത്തം വിഷ്വൽ കണ്ടിട്ട് അദ്ദേഹം സ്ക്രിപ്റ്റ് നോക്കാതെ അല്ലെങ്കിൽ അത് നോക്കാതെ ഇത് നോക്കാതെ കാര്യങ്ങൾ ചെയ്യുക, അത്രയും അങ്ങനെ ഏത് മേഖലയിലാണ് അദ്ദേഹം കൂടുതൽ മികച്ചതെന്ന് പറയാൻ പറ്റുക? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഉള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലും, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലും, ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലും 100% മുകളിൽ ക്വാളിറ്റിയുള്ള 2 വ്യക്തികളാണ് ഞാൻ പരിചയപ്പെട്ട ഈ സിനിമയിൽ. ഒന്ന് ജോഷി സാറും ഒന്ന് ഹരിഹര സാറും. ഇവരോട് 2 പേരോടുള്ള ബഹുമാനം എനിക്ക് ആരോടുമില്ല. പിന്നെ എൻ്റെ ഗുരുനാഥനായ വിജയ് തമ്പിയോട്. പക്ഷേ ഹരിഹരൻ സാറും ജോഷി സാറെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ജന്മം എന്നൊക്കെ പറയും. അപ്പം മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ നമ്മൾ പറയാം, അല്ലെങ്കിൽ സത്യൻ പ്രേം നസീർ എന്നൊക്കെ പറയാലേ, ധാരാ. അതുപോലെ എല്ലാ രീതിയിലും ഈ 2 മനുഷ്യരും എനിക്ക് വാക്കുകൊണ്ട് പോരാ. 2 പേരെയും ജോഷി സാറിൻ്റെയൊക്കെ ചില പടം കാണുമ്പം, ചില സീൻ കാണുമ്പം ആ തിയേറ്ററിലെ കസേലയിലിരുന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് പടം ആൻ്റണി കണ്ടപ്പോൾ പോലും. അദ്ദേഹത്തിനൊപ്പം ഇരുന്നാണോ സിനിമ കണ്ടത്? അല്ലല്ല, ഇപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെയല്ല. ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്ക് പോയി കാണും, ഇടയ്ക്ക് വിളിക്കും, 2 പേരെ ഇടയ്ക്ക് വിളിക്കും, ചില അനുഗ്രഹങ്ങളൊക്കെ മേടിക്കും. പുതിയ പടം തുടങ്ങാൻ നേരത്തെ അവരെ പറയും ഞാൻ. അത് വിജയ് തമ്പിയോടും പറയും. വലിയ സ്നേഹമാണ് എന്നോട് ഒത്തിരി വാത്സല്യമാണ്. നന്നായി വരണം എന്നൊക്കെ പറയും, നല്ല രീതിയിലൊക്കെ ചെയ്യണം എന്നൊക്കെ അവർ പറയും. പക്ഷെ നമ്മുടെ പ്രൊഡ്യൂസർ സെറ്റപ്പിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളോട് ആദ്യം പറയുന്നത് 18 ദിവസം കൊണ്ട് പടം തീർക്കണം, ഇത്ര പൈസയുള്ളൂ, ഇന്ന ലൊക്കേഷനേ ഉള്ളൂ. 19-ാം ദിവസമായ പടം നിൽക്കും. ആ അവസ്ഥയിലൊക്കെ നമ്മൾ പിരിമുറുക്കത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയുള്ള ഒരു സാധനം. അപ്പം നമ്മൾ ആദ്യകാലത്തൊക്കെ ഓർത്ത് പിൽക്കാലത്ത് നമുക്കൊരു ആർട്ടിസ്റ്റ് ഡേറ്റ് തന്ന് നമുക്കൊരു നല്ല പടം ചെയ്യാം.
ഈ ആർട്ടിസ്റ്റ് ഈ അല്പം മാർക്കറ്റുള്ള ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ തരത്തില്ല. അവരെപ്പോഴും ടോപ്പ് ഡയറക്ടേഴ്സിനെ മാത്രമേ നോക്കുകയുള്ളൂ. അല്ലെ സൂപ്പർ ഹിറ്റ് ചെയ്ത ഡയറക്ടർമാരെ മാത്രമേ ആവറേജ് നടന്മാർ പോലും നോക്കത്തുള്ളൂ. പിന്നെ നമ്മളൊക്കെ ചെയ്യുന്നത് സാധാരണ നടന്മാരെ വെച്ച്. പിന്നെ അന്നത്തെ കാലത്ത് ബാബുവാനിക്ക് മാർക്കറ്റുള്ളപ്പം ബാബുവാനിയും റിയാസ് ഖാനും, എനിക്ക് അവർ രണ്ടുപേരെയും മറക്കാൻ പറ്റത്തില്ല. എല്ലാവരും എന്നെ റിജക്റ്റ് ചെയ്ത സമയത്ത് ഞാനൊരു സബ്ജക്റ്റ് ആയിട്ട് ചെന്നപ്പോൾ രണ്ടുപേർക്ക് അന്ന് ഗജനിയൊക്കെ ചെയ്ത് റിയാസ് ഖാൻ നല്ല മാർക്കറ്റാണ്, ബാബുവാനിക്ക് നല്ല മാർക്കറ്റാണ്. അങ്ങനെ തന്നു. ആ പടം നല്ല രീതിയിൽ പോവുകയും ചെയ്തു. അതല്ലാതെ അതിനു മുമ്പ് നമുക്ക് ഫ്രണ്ട്സുള്ള പല ആർട്ടിസ്റ്റുണ്ട്, നമ്മൾ വലിയ കൂട്ടുകാരായിട്ട് നടന്നവർ. അവർ പോലും പടം വന്ന സമയത്ത് ഡേറ്റ് തരാതെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. സാറേ ഇപ്പോൾ എങ്ങനെയുണ്ട് ജീവിതം, ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച്? ദൈവത്തിൻ്റെ കൃപയാൽ സന്തോഷമായിട്ട് പോണു. ഇപ്പം ഇടയ്ക്ക് പടയില്ലായിരുന്നു. ഇപ്പം ഒരു നല്ല കഥ എന്ന് പറഞ്ഞൊരു പടം ഒരു പ്രൊഡ്യൂസർ കൊണ്ട് വന്നു. അത് ചാലി ബാല എന്ന് പറഞ്ഞ ഒരു നടൻ്റെ റെക്കമെൻഡേഷനിലാണ് ആ പടം കിട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ വേറൊരു പടം ദാറ്റ് നൈറ്റ് എന്ന് പറഞ്ഞൊരു പടം, അതിൻ്റെ ലൊക്കേഷൻ കാണാൻ ഞാൻ കോഴിക്കോട് പോവുകയാണ്. പിന്നെ ദൈവം ഒരു മുട്ട് വരുത്തിയിട്ടില്ല. ഹരിഹര സാർ എപ്പോഴും പറയും, സിനിമയിൽ സത്യം ഉണ്ടെങ്കിൽ പ്രസാദെ മുട്ടുവരില്ല. സത്യം വേണം, അല്ലാതെ സിനിമാ കള്ളത്തരം ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അതുകൊണ്ട് നീ പടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സത്യത്തിൻ്റെ രീതി പോവുക. ഈശ്വരൻ്റെ അനുഗ്രഹം നിനക്കുണ്ടാവും. അവരുടെയൊക്കെ വാക്കുകളും ജോഷി സാർ, ഹരിഹര സാർ, ഇവരുടെയൊക്കെ സ്നേഹം ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പറഞ്ഞാൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരുടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുക. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചോളം ആരുടെയും ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ടില്ല. പക്ഷെ ആ പാഷനായിട്ട് നമ്മളിങ്ങനെ അതിങ്ങനെ നടന്നു മനസ്സിലായി എത്തുവാണല്ലോ നമ്മളതിലേക്ക്. ഒരുപാട് സന്തോഷമുണ്ട് സാറേ. അപ്പോൾ പുതിയ തലമുറയ്ക്കും ഞങ്ങൾക്കും ഒക്കെ സാറ് ഒരുപാട് നല്ല വാക്കുകൾ കൈകാര്യം ചെയ്തു. സാറിന് പുതിയ പടം ഹിറ്റാവട്ടെ, വലിയ നല്ല തലത്തിലേക്ക് ഇനിയും സാറിന് പറഞ്ഞു തരാൻ സാധിക്കട്ടെ. ഒരിക്കലും മടുത്തു പോരുന്നത് അവിടെയാണ് നമ്മുടെ തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ ആശംസകളും. ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ, നമ്മൾ രണ്ടുപേരും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം. ഒരുപാട് സീനിയറായിട്ടുള്ള സാറിന്റെ ഒപ്പം ഇരുന്ന് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം. അങ്ങനെയൊന്നും ഇല്ല മോനെ, അല്ല മോനും നാളെ സീനിയർ ആവും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ സാറിനൊന്ന് ഹഗ് ചെയ്തോട്ടെ, കാരണം പറഞ്ഞല്ലോ.